അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്കിൻ കെയറിനെ പറ്റിയാണ്. നമ്മൾ സ്കിൻ കെയർ ചെയ്യണം, അതൊരു കെമിക്കൽ അല്ലേ? അത് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ആവില്ലേ? ഒരു 40-40 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ചുളുങ്ങി പോകത്തില്ലേ? ഇങ്ങനെയൊക്കെ പല ക്വസ്റ്റ്യൻസും കുഞ്ഞുനാൾ തൊട്ട് ഞാനും നിങ്ങളൊക്കെ കേൾക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സത്യത്തിൽ വാസ്തവമാണോ എന്നാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. പൊതുവെ നമ്മളിവിടെ കേൾക്കുന്നത് സ്കിൻ കെയറിൻ്റെ ആവശ്യമുണ്ടോ, പണ്ടുള്ളവരൊക്കെ സ്കിൻ കെയർ ചെയ്തിട്ടാണോ ജീവിച്ചത്, അവർക്കും സ്കിൻ ഉണ്ടായിരുന്നല്ലോ, അവരുടെ സ്കിന്ന് ഡാമേജ് ആയിരുന്നോ, ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്നും കേൾക്കുന്നു, അന്നും കേട്ടിരുന്നു. അപ്പോൾ ഇതിന് ഞാനൊരു എക്സാമ്പിളോട് കൂടിയായിട്ടാണ് തുടങ്ങുന്നത്. നമുക്കറിയാം, കാട്ടിൽ പലതരത്തിലുള്ള ചെടികൾ, വലുതും ചെറുതുമായ പല ചെടികളുണ്ട്, പല വൃക്ഷങ്ങൾ എല്ലാം ഉണ്ട്. അതിനാരെങ്കിലും വെള്ളം ഒഴിക്കുന്നുണ്ടോ? അതിനാരെങ്കിലും വളം ഇട്ട് കൊടുക്കുന്നുണ്ടോ? അവയൊക്കെ വളരുന്നില്ലേ? ഭയങ്കരമായിട്ട് ഫലപുഷ്ടിയോടുകൂടി തന്നെയാണ് ആ ചെടികളൊക്കെ വളരുന്നത് അല്ലേ? അതേസമയം നമ്മൾ വീട്ടിൽ അതേ ചെടി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ചെടി നമ്മൾ വീട്ടിൽ കൊണ്ട് നടുവാണ്. നമ്മൾ വിചാരിക്കുകയാണ്, കാട്ടിലെ ചെടികൾക്കൊന്നും നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ലല്ലോ, അപ്പോൾ ഇതിനും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, അത് ഒറ്റയ്ക്ക് വളർന്നോട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അതിന് വളത്തിനൊന്നും ഇടേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ആ ചെടി വളരുമോ? എന്തായിരിക്കും സംഭവിക്കുക? എല്ലാവരും പറയുന്നതെന്ന് വെച്ചാൽ പഴയ കാലത്ത് അതില്ലല്ലോ ഇതില്ലല്ലോ എന്നാണ്. പണ്ടത്തെ കാലത്ത് സത്യത്തിൽ 3 നേരം ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ അവർക്കെങ്ങനെ സ്കിൻ കെയർ ചെയ്യാനുള്ള സമയം, അവർക്കെങ്ങനെ സ്കിൻ കെയറിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാശ് അല്ലേ? ഇനി അന്നത്തെ കാലാവസ്ഥ നോക്കൂ. അന്നത്തെ കാലാവസ്ഥ ഇന്നത്തെ കാലാവസ്ഥ ഒന്നാണോ? അന്നത്തെ ജീവിതശൈലി ഇന്നത്തെ ജീവിതശൈലി ഒന്നാണോ? എത്രയോ മാറി. നമ്മുടെ ചുറ്റും നോക്കിയാൽ മതി. പണ്ടുള്ള കെട്ടിടങ്ങൾ എത്രയും ഒരു 50 വർഷം മുമ്പ് ഈ കെട്ടിടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. നമ്മുടെ കണ്ണിന് കാണാൻ കഴിയുന്നത് മാത്രം ഇത്രയും മാറ്റങ്ങളാണെങ്കിൽ നമ്മൾ കാണാൻ കഴിയാത്ത എത്ര മാറ്റങ്ങൾ നമുക്ക് ചുറ്റും നടന്നിട്ടുണ്ടാകും. ഇനി സ്കിൻ കെയർ വേണം, തീർച്ചയായിട്ടും വേണം. എന്തുകൊണ്ട്? വൈറ്റമിൻസും മിനറൽസും അടങ്ങിയ ഫുഡ് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നു, അല്ലെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ. ഒരു നല്ലൊരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തി ആയിട്ട് വയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന രീതി ഞാൻ ഓൾറെഡി പറഞ്ഞു. എല്ലാ വൃക്ഷങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ചെടികളെയും നമ്മൾ ഒരുപോലെയല്ല ട്രീറ്റ് ചെയ്യുന്നത്, എല്ലാത്തിനും വ്യത്യസ്തമുണ്ട് അല്ലേ? അതായത് വള്ളിച്ചെടികൾ നമ്മൾ പടർന്നു വിടാനുള്ളതെല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കുന്നു, മറ്റു ചെടികളെ തട്ട് രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനത്തെ സൗകര്യം ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ ഓരോ ചെടികൾക്കും ഓരോ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ സ്കിന്നിനും ഓരോ രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഓയിലി സ്കിന്നിൽ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് അല്ല നമ്മൾ ഡ്രൈ സ്കിന്നിന് ഉപയോഗിക്കേണ്ടത്. ഡ്രൈ സ്കിന്നിന് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് അല്ല ഓയിലി സ്കിന്നിന് ഉപയോഗിക്കേണ്ടത്, കോമ്പിനേഷൻ സ്കിന്നിന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതുപോലെ പ്രോഡക്റ്റിലും വ്യത്യാസം വരും. ആ വ്യത്യസ്തതയാണ് നിങ്ങളുടെ സ്കിന്നിനെ നന്നാക്കുന്നത്. അങ്ങനെ ടോട്ടൽ 4 സ്കിൻ ടൈപ്പും 2 കണ്ടീഷനുമാണ് പൊതുവെ